Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് ഇടത് വലത് അഡ്ജസ്റ്റ്മെന്റ് ഭരണമെന്ന് BJP. അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പൊതുജനം നേരിടുന്ന ജനകീയ വിഷയങ്ങൾക്കു നേരെ ഇടതു വലതു മുന്നണികൾ കണ്ണടയ്ക്കുകയാണെന്ന് BJP ആരോപിക്കുന്നു. അങ്കമാലി നഗരസഭയിൽ സാധാരണക്കാർക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങളോ പൊതുശ്മശാനമോ ഒരുക്കാൻ മാറി മാറി ഭരിച്ച മുന്നണികൾക്ക് കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനമെമ്പാടും CPM കോൺഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് ഭരണമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് BJPയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അങ്കമാലി നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ നടന്ന ധർണ BJP നോർത്ത് മേഖലാ ജില്ലാ പ്രസിഡന്റ് MA ബ്രഹ്മരാജ് ഉദ്ഘാടനം ചെയ്തു. മോള് പ്രസവിച്ചു, കൊച്ചിന്റെ മാമോദിസയ്ക്ക് പൈസ വേണമെന്ന് പറഞ്ഞ് കൊച്ചിന്റെ മാമോദിസയ്ക്കും പൈസ പിരിച്ച കൗൺസിലർമാരുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് അങ്കമാലി. എത്രയോ വ്യവസായശാലകൾ, എത്രയോ കെട്ടിടങ്ങൾ, വേറൊന്നും വേണ്ട. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും വയോധികരും വന്നു പോകുന്ന ഈ ടൗണിൽ പബ്ലിക്കിന് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയോ? ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്ത പ്രധാനമന്ത്രിയെ കുറ്റം പറഞ്ഞ രണ്ട് മുന്നണികൾ മാറി മാറി ഭരിച്ച ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു സാധാരണക്കാരന്, ഒരു അംഗവൈകല്യമുള്ളവന് ഈ മാതിരി ലോട്ടറി കച്ചവടക്കാർ അംഗമാലിലുണ്ട്, ഓട്ടോറിക്ഷക്കാരുണ്ട്. ഇവർക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കണ്ടേ? ഈ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും ഉണ്ടാക്കി കൊടുക്കാത്ത കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു മുനിസിപ്പാലിറ്റി. ഇവിടെ രാഷ്ട്രീയക്കാർ മാത്രമല്ല, മുനിസിപ്പൽ സെക്രട്ടറിമാരും വന്നിരിക്കാനും വളരെ വാശിയാണ്. ആ മാതിരി കാശ് കൊയ്യാൻ പറ്റിയ ഒരു കറവ പശുവായ അങ്കമാലി മുനിസിപ്പാലിറ്റി മാറി മാറി ഭരിച്ച രണ്ട് മുന്നണികൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു മുനിസിപ്പാലിറ്റി, ഒരു പഞ്ചായത്ത് പറഞ്ഞാൽ പ്രാദേശിക സർക്കാരാണ്. ഈ പ്രാദേശിക സർക്കാരിന്റെ പണി എന്താ? ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും അവർക്ക് ജീവിക്കാൻ അനുയോജ്യമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയുമാണ്. കേന്ദ്ര സർക്കാർ ആരോഗ്യ മേഖലയിൽ, കുടുംബശ്രീ മേഖലയിൽ, അംഗൻവാടി മേഖലയിൽ കോടിക്കണക്കിന് രൂപയാണ് ഓരോ പ്രാദേശിക ഭരണകൂടത്തിനും കൊടുക്കുന്നത്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് ഈ അങ്കമാലി ഗവൺമെന്റ് ആശുപത്രി, താലൂക്ക് ആശുപത്രിയിലുള്ളത്. ഈ താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ എന്താ? ഈ ചോദിച്ചത് കഴിഞ്ഞ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് ചോദിച്ചിട്ടുണ്ട്. അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ ഭരണം വരണമെങ്കിൽ ആശുപത്രി മാത്രം എടുത്താൽ മതി. ഇവിടുത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന LDFകാർ മോശക്കാരൊന്നുമല്ല. പേരിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒരു സമരം ചെയ്യും. ആ സമരം എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം. ആരോടൊക്കെ കോംപ്രമൈസ് ചെയ്യാനാണെന്നും ആരൊക്കെ തമ്മിലാണ് ധാരണയെന്നും അങ്കമാലിയിലെ കച്ചവടക്കാർക്കും വ്യാപാരി വ്യവസായികൾക്കും കൃത്യമായിട്ട് അറിയാം. അങ്കമാലിയിലൊരു ബൈപ്പാസ് വരാതെ പോയത് BJP ഇന്ത്യ വെച്ചത് കൊണ്ടല്ലല്ലോ. അങ്കമാലിയിൽ നിന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു അങ്കമാലിയിൽ നിന്ന്. മോശക്കാരനൊന്നും ആയിരുന്നില്ലല്ലോ. എന്നിട്ടും ഇന്ത്യയെ അങ്കമാലിയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാഞ്ഞത്? മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവ് അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ AV രഘു, സന്ദീപ് ശങ്കർ, നേതാക്കളായ CM ബിജു, N മനോജ്, KS സുപ്രിയ, അഡ്വക്കേറ്റ് സുഭാഷ്, അംബിക സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി.